മുജ്രിമൂൻ. ദുനിയാവിൽ തെമ്മാടിത്തം കാണിച്ചു കൂട്ടിയവർ, ദുനിയാവിൽ തെറ്റുകുറ്റങ്ങളിൽ വ്യാപൃതരായവർ ഒരു വശത്തേക്ക് മാറി നിൽക്കണ. അയ്യുഹൽ മുജ്രിമൂൻ. പടച്ചവന്റെ പ്രഖ്യാപനമാ, ഇങ്ങോട്ട് മാറി നിൽക്ക്. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ എന്ത് ചെയ്യും? മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ കമ്പെടുത്ത് കയ്യിൽ പിടിക്കും. പറയും ഇങ്ങോട്ട് മാറി നിൽക്കണ. അടിക്കൂല. ഒരടി കൊടുത്താ രണ്ടടി ഇങ്ങോട്ട് തരുമെന്നറിയാം. അങ്ങനാണല്ലോ പഠിപ്പിച്ചത്. ചെറുപ്പത്തില് എന്തെങ്കിലും പറയുമ്പം പറയും മോനെ ഉപ്പാന അടി, ഉപ്പാന കുത്ത്. പിന്നെ മക്കള് കമ്പിപ്പാരെടുത്ത് പള്ളക്കേറ്റില്ലെങ്കിൽ അത്ഭുതമില്ലല്ലോ. ആ മക്കളെ പേടിപ്പിക്കുന്ന പോലെയല്ല പടച്ചവൻ പറയുന്നത്. അള്ളാന്റെ ഭാഗത്ത് നിന്നും പ്രകമ്പനം കൊള്ളിക്കുന്നതായ പ്രഖ്യാപനമാ. പാപം ചെയ്തവന്മാരൊരു വശത്തേക്ക് മാറി നിൽക്ക്. നിസ്കരിക്കാത്തവർ, പർദ്ദ ധരിക്കാത്തവർ, ദീനുമായി ബന്ധം പുലർത്താത്തവർ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായും അനുസരിക്കാത്തവർ ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. പല പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് തന്നില്ലേ, പിശാചിന്റെ പുറകെ പോകരുതെന്ന്, എനിക്കിഷ്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്യരുതെന്ന് പല ആവർത്തി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ? എന്റെ ഖുർആൻ പറഞ്ഞിരുന്നു, എന്റെ ഹബീബായ റസൂൽ പറഞ്ഞിരുന്നു, എന്റെ സ്വഹാബത്ത് പറഞ്ഞിരുന്നു, ഔലിയാക്കൾ പറഞ്ഞിരുന്നു, ആരിഫീങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പള്ളിയിലെ ഖതീബുമാർ പറഞ്ഞിരുന്നു, നാട്ടിലേക്ക് വന്ന പ്രഭാഷകന്മാർ പറഞ്ഞിരുന്നു, എത്രയോ മനുഷ്യർ പറഞ്ഞിരുന്നു. കേട്ടില്ല അല്ലേ? ഭാഗത്തേക്ക് മാറി നിൽക്ക്. എന്നിട്ട് അല്ലാഹു തആല നമ്മോട് പറയും, നരകമെന്ന് ദുനിയാവിൽ കേട്ടിരുന്നല്ലോ. നരകമെന്നൊക്കെ ദുനിയാവിൽ നിങ്ങളോട് പലരും മുന്നറിയിപ്പ് തന്നിരുന്നല്ലോ. നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല. ആ നരകത്തെ ഓർത്ത് ഭയപ്പെട്ടില്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുഹൃതങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറായില്ലല്ലോ. എന്നാൽ കണ്ടോ, ഹാദിഹി ജഹന്നമുല്ലദീ കുൻതും തുഅദൂൻ. അല്ലാഹു ഇതാ നരകത്തെ കാണിച്ചു തരുന്നു. അത് കണ്ടോ, അതാ ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട നരകം. പടച്ച തമ്പുരാൻ ഇതാ നരകത്തെ കാണിച്ചു തരുന്നു. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. കാണേണ്ടുന്നവർക്ക് കാണാൻ വേണ്ടി പടച്ച തമ്പുരാൻ ഇതാ നരകത്തെ കാണിച്ചു തരുന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കിക്കോ, നരകത്തെ നോക്കിക്കോ. എന്റെ സഹോദരങ്ങളെ അറിയുമോ, കിലോമീറ്ററുകളോളം അകലെ നിന്നും ഇതാ നരകത്തെ മലക്കുകൾ കൊണ്ടുവരികയാ. 70,000 ചങ്ങലക്കെട്ട് കെട്ടിവരിഞ്ഞുകൊണ്ട് ഓരോ ചങ്ങലയും പിടിച്ചു വലിക്കാൻ 70,000 മലക്കുകളെയും പടച്ച തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള 70,000 ചങ്ങലകളിട്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഇതാ നരകത്തെ കൊണ്ടുവരികയാ. അല്ലാഹു പറയുന്നു, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്. ദൂരെ നിന്ന് തന്നെയാ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോൾ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. എല്ലാവരും ആ നരകത്തിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്നതായ ഭീകരമായ ശബ്ദത്തെ കേൾക്കുന്നതാ. പടച്ചവനെ, ഹൽ മിൻ മസീദ്, ഇത്രയും ആളുകളെ എനിക്കുള്ളോ പടച്ചവനെ എന്ന് ചോദിക്കുന്ന നരകത്തിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഭീമാകാരമായ ശബ്ദകോലാഹലമുണ്ടല്ലോ. എല്ലാ മനുഷ്യരും ആ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹു പറയുന്നു, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ആ ഭീമാകാരമായ ശബ്ദം കേൾക്കുകയാ. കിലോമീറ്റർ അകലെ നിന്ന് തന്നെ നരകത്തിന്റെ ഭയങ്കരമായ ഇരമ്പലുകൾ കേൾക്കാൻ തുടങ്ങുകയാ. ഈ സമയത്തോ വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനൽ ദുല്ല് യൻദുറൂന മിൻ തർഫിൻ ഖഫീ. അല്ലാഹു പറയുന്നു, നബിയേ, ദുനിയാവിൽ അഹങ്കാരം കാണിച്ച് നടന്ന മനുഷ്യരുണ്ടല്ലോ, ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിക്കാത്ത മനുഷ്യരുണ്ടല്ലോ, ദുനിയാവിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യാത്ത മനുഷ്യരുണ്ടല്ലോ. അവരൊക്കെ ഇതാ നരകത്തെ കണ്ടുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്ന
കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. വതറാഹും യുറദൂന അലൈഹാ ഖാശഈന മിനൽ-ദുല്ല്. കണ്ണുകളെല്ലാം ഇറുക്കിയടക്കാൻ തുടങ്ങിയിട്ട് നരകത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോ എന്റെ അടുത്തേക്ക് എത്തിയോ, എന്റെ തൊട്ടു മുന്നിലെത്തിയോ എന്നറിയാൻ കണ്ണ് ചെറുതായി തുറന്നിട്ട് ഇടക്കണ്ണിട്ടുകൊണ്ട് മാത്രം നരകത്തെ നോക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നരകത്തെ നോക്കാൻ മനസ്സ് വരുന്നില്ല, നരകത്തെ കാണാൻ മനസ്സ് വരുന്നില്ല. നരകത്തെ ഓർക്കാത്ത എന്റെ മുസ്ലിമേ, നരകത്തെ പേടിക്കാത്ത എന്റെ മുസ്ലിമേ, നാളെ നരകത്തെ മുന്നിൽ കൊണ്ടുവരുമ്പോ കണ്ണുയർത്തിയൊന്നും നോക്കാൻ പോലും മനസ്സ് വരാത്ത സമയമാ. ഈ സമയത്തോ അല്ലാഹു പറയുന്നു വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. പടച്ച തമ്പുരാൻ വരികയാ. അല്ലാഹു വന്നിട്ടവന്റെ വിശാല വിസ്തൃതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയാ. എന്നിട്ടോ പടച്ചവന്റെ സൈന്യമുണ്ടല്ലോ, മാലാഖമാർ. ആ മാലാഖമാര് കോടാനുകോടി മാലാഖമാർ. അവരെല്ലാം മനുഷ്യരായ നമ്മളെ മുഴുവനും ചുറ്റിപരിഞ്ഞു നിൽക്കുകയാ. എന്നിട്ടിതാ വെല്ലുവിളിക്കാൻ തുടങ്ങുന്നു. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. എല്ലാ മനുഷ്യരെയും ജിന്നുകളെയും ചുറ്റിപതിഞ്ഞു നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളുടെ സീമകൾ കടന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവർ ഒന്ന് രക്ഷപ്പെട്ടു നോക്കടാ. പടച്ച തമ്പുരാന്റെ വെല്ലുവിളി വരികയാ. രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല സഹോദരങ്ങളെ. മലക്കുകളെല്ലാം ഇങ്ങനെ ചുറ്റിപതിഞ്ഞു നിൽക്കുമ്പോൾ ഇതാ നരകത്തെ കൊണ്ടുവരികയാ, നരകത്തെ കൊണ്ടുവരികയാ, നരകത്തെ കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ കെട്ടുകൊണ്ട് മലക്കുകൾ ഇതാ വലിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരികയാ. ആ നരകത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാ. എന്നിട്ടോ അല്ലാഹു ഇതാ നരകത്തെ തുറന്ന് കാണിച്ചു തരികയാ. നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ നരകത്തെ ഇതാ തുറന്ന് കാണിച്ചു തരികയാ. ആ നരകത്തിന്റെ അടപ്പ് തുറക്കുമ്പോ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയുമോ? നരകത്തിന്റെ തീയെ കാണാൻ പറ്റില്ല. പിന്നെയോ നരകത്തിൽ നിന്നും പറന്നുയരുന്ന തീപ്പൊരിയായ കഷണങ്ങളെ കാണാൻ പറ്റുന്നതാ. ഇന്നഹാ തർമീ ബിശറരിൻ കൽഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. അല്ലാഹു പറയുന്നു വലിയ വലിയ കെട്ടിട സമാനമായ തീപ്പൊരികളുണ്ടല്ലോ, അതിങ്ങനെ നരകത്തിൽ നിന്നും പറന്ന് പൊങ്ങാൻ തുടങ്ങുന്നതാ. നരകത്തിൽ നിന്ന് പറന്നുയരുന്ന തീപ്പൊരികൾക്ക് പോലും കെട്ടിടത്തിന്റെ വലിപ്പമാ ഉള്ളത്. കഅന്നഹു ജിമാലത്തുൻ സുഫർ. അല്ലാഹു പറയുന്നു എന്ന് മാത്രമല്ല, പിന്നെയോ ആ തീപ്പൊരികൾ ഇങ്ങനെ പറന്നു പൊങ്ങാൻ തുടങ്ങുമ്പോ വലിയ വലിയ ഭാരം വഹിച്ച മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ പറന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നിപ്പോകുന്നതാ. അത്രയും വലുതാ നരകത്തിന്റെ തീപ്പൊരികൾ എന്ന് പറയുന്നത്. നരകത്തിൽ നിന്ന് പുറത്തു പൊങ്ങുന്ന തീയുടെ കഷണങ്ങൾക്ക് എത്രത്തോളം വലിപ്പമെങ്കിൽ അല്ലാ മനുഷ്യരാശിയെ ചുട്ടരിക്കാൻ പടച്ച തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിന്റെ വിശാല വിസ്തൃതമൊന്ന് ചിന്തിച്ചു നോക്കണേ. ഇപ്രകാരം നരകത്തെ ഇങ്ങനെ തുറന്നു കാട്ടുമ്പോൾ എന്റെ മുസ്ലിമേ, ദുനിയാവിൽ ഒരിക്കലും നരകത്തെ ഓർക്കാത്ത മുസ്ലിമേ, ഒരിക്കലും നരകത്തെ ഭയപ്പെടാത്ത മുസ്ലിമേ, കള്ളു കുടിക്കുമ്പോ നരകത്തെ ഓർമ്മയില്ല, അന്യ സ്ത്രീ പുരുഷന്മാരുമായി ബന്ധപ്പെടുമ്പോ നരകത്തെ ഓർമ്മയില്ല, പർദ്ദയില്ലാതെ നടക്കുമ്പോ നരകത്തെ ഓർമ്മയില്ല, ഇസ്ലാമിന്റെ കൽപ്പനകൾ വലിച്ചെറിയുമ്പോ നരകത്തെ ഓർമ്മയില്ല. എന്നാ നാളെ നിന്റെ മുന്നിൽ നരകത്തെ കൊണ്ടുവന്ന് ആ നരകത്തെ തുറന്നു കാട്ടുമ്പോ
യൗമഇദി യതദക്കറുൽ ഇൻസാൻ. എല്ലാവർക്കും നരകത്തെ ഓർമ്മ വരികയാ, എല്ലാവർക്കും നരകത്തെ ഓർമ്മ വരികയാ. പടച്ചവനെ, ഇതായിരുന്നോ നരകം? ഈ നരകത്തെയാണോ പ്രഭാഷണങ്ങളിലൂടെ ഞാൻ കേട്ടത്? ഈ നരകത്തെയാണോ വെള്ളിയാഴ്ച ദിവസം ഫാനിന്റെ കീഴിൽ മതിലും ചാരിയിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ പള്ളിയിലെ ഖതീബ് പറഞ്ഞതും ഈ നരകത്തെ പറ്റിയാണല്ലോ. യൗമഇദി യതദക്കറുൽ ഇൻസാൻ. അങ്ങനെ നരകത്തെ എല്ലാവരും ഓർക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്നു, അന്നാലഹു ദിക്റാ. എവിടെ നിന്നായി ഇപ്പോ അവന് ഈ ഓർമ്മ വന്നത്? ദുനിയാവില് അല്ലാഹുവിനെ അനുസരിക്കാതിരിക്കുമ്പോ നരകത്തെ ഓർത്തില്ല, ദുനിയാവിലെ തെറ്റുകൾ ചെയ്യുമ്പോ നരകത്തെ ഓർത്തില്ല. അന്നാലഹു ദിക്റാ. ഈ സമയത്ത് എപ്പോഴാ എവിടെ നിന്നായി ഓർമ്മ വന്നത് എന്നല്ലാന്റെ ചോദ്യമുണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊട്ടിക്കരയാൻ തുടങ്ങുന്നു നാം. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. പടച്ചവനെ, ഈ കത്തിയാലെന്ന നരകം എന്റെ മുന്നിൽ വന്നല്ലോ, നരകാഗ്നി എനിക്ക് കാണാൻ കഴിയുന്നല്ലോ. ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലാ. ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പടച്ചവനെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ. ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ പോലെ പർദ്ദ ധരിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം കരയുമെന്ന് വിശുദ്ധ ഖുർആൻ. നരകം മുന്നിൽ വരുമ്പോ ഇന്ന് നരകത്തെ ഓർക്കില്ല, ഇന്ന് നരകത്തെ ഭയപ്പെടില്ല. അള്ളാന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി സുഹൃതങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറാകില്ല. എന്നാൽ ആ നരകത്തെ നാളെ കൺമുന്നിൽ കൊണ്ടുവന്നിട്ട് തുറന്നിങ്ങനെ കാണിക്കുമ്പോ എല്ലാവർക്കും ഓർമ്മ വരും, ഇതായിരുന്നു നരകം. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലാ. നരകം സാധാരണമല്ല സഹോദരങ്ങളെ, നരകം നിസാരമല്ല. അല്ലാഹു തആല അവനെ അനുസരിക്കാത്തതായ മനുഷ്യർക്ക് വെച്ചിരിക്കുന്നതായ നരകം അത് അതിഭയങ്കരമായ നരകമാണ്. അല്ലാഹു തആല ആ നരകത്തിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാണ്. തീയാണോ? അല്ല, സാധാരണ തീയല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ചു, ഖുൽ, നബിയെ താങ്കളൊന്ന് പറഞ്ഞു കൊടുക്കിൻ, നാറു ജഹന്നമ അശദ്ദു ഹർറാ. അല്ലാഹുവിന്റെ നരകത്തിന്റെ തീ കഠിന കഠോരമായ ഭയങ്കരമായ തീയാണെന്ന് പറഞ്ഞു കൊടുക്കിൻ നബിയെ. അവരൊന്ന് അറിയട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താ? അല്ലാഹുവിന്റെ നരകം എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള തീനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീയാ പടച്ചവന്റെ നരകം. 70 ഇരട്ടി. ഏത് ചൂട്, ഏത് തീ? ദുനിയാവിലെ തീ വൻ വടവൃക്ഷങ്ങളെ പോലെ നിമിഷങ്ങൾ കൊണ്ട് കത്തിച്ചരിക്കുന്ന കാട്ടുതീയുണ്ടല്ലോ. വൻകിട ഫാക്ടറികളിലെല്ലാം ഇരുമ്പുരുക്കാനും ഗ്ലാസ് ഉരുക്കാനും പ്ലാറ്റിനം ഉരുക്കാനും സ്റ്റീൽ ഉരുക്കാനും ഉപയോഗിക്കുന്ന തീയുണ്ടല്ലോ. ഈ സർവ്വ തീയും ഒന്ന് ചേർത്താലും അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയുടെ 70-ൽ ഒരംശം മാത്രമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ തീയല്ല. നരകത്തിന്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിൽ എന്താ കത്തിക്കുന്നത്? പെട്രോളാണോ? മണ്ണെണ്ണയാണോ? ഡീസലാണോ? വിറക് കഷണങ്ങളാണോ? അല്ല, അല്ലാഹു തന്നെ മനുഷ്യന് താക്കീത് നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ സൂക്ഷിച്ചു അല്ലാഹുവിന്റെ നരകത്തെ. നിങ്ങളെ വീട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബ ബന്ധമിത്രാദികളെയും ആ നരകത്തിൽ നിന്നും നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം എന്താ?
വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. കാരണം ആ നരകത്തിൽ കത്തിക്കുന്നത് പാറക്കല്ലുകളാ, വലിയ വലിയ പാറ കഷണങ്ങള്. 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് പർവ്വതങ്ങളെക്കാട്ടിലും വലിപ്പമുള്ള പർവ്വതങ്ങള് ആ നരകത്തിൽ ഇങ്ങനെ കത്തിക്കും. അങ്ങനെ ആ പാറ കഷണങ്ങള് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ വിടവുകൾ ഉണ്ടാകും. അള്ളാന്റെ ഖുർആൻ പറയുന്നു ഫകുബ്ബത് വുജൂഹുഹും ഫിന്നാർ. അപ്രകാരം ചെറിയ ചെറിയ വിടവുകൾ ഉണ്ടാകുമ്പോൾ തെറ്റുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യരുടെ തലയ്ക്ക് പിടിച്ച് അവരുടെ മുഖം എവിടേക്ക് തിരികെ കയറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ. ചെറിയ ചെറിയ വിടവുകളിലേക്ക് മനുഷ്യരെ പിടിച്ച് തിരികെ കയറ്റും. തല പിടിച്ച് ഇടിച്ച് തിരികെ കയറ്റും, നിലവിളിക്കും. ഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ലയീഖാ മുഖർറനീന ദഉ ഹുനാലിക സുബൂറാ. അപ്രകാരം ഇടുക്കമുള്ള ഭാഗങ്ങളിലേക്ക് മനുഷ്യനെ ഇങ്ങനെ അടുപ്പിന് വിറക് കുത്തി നിറയ്ക്കുന്ന പോലെ കുത്തി നിറയ്ക്കാൻ തുടങ്ങുമ്പോ കരയും അവിടെ കിടന്ന്. അല്ലാഹ് പറയും ലാ തദഉൽ യൗമ സുബൂറൻ വാഹിദ. ഇവിടെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവിടെ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് കരഞ്ഞോ, ഒരുപാട് കരഞ്ഞോ, ഇവിടെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദുനിയാവില് തെമ്മാടിത്തരം കാട്ടി നടന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് കരയുന്നോ? ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല പറയും അള്ളാന്റെ നരകം മനുഷ്യനെ കൂട്ടം കൂട്ടമായി പാറ കഷണങ്ങൾക്ക് ഇടയിൽ വെച്ച് കത്തിച്ചരിക്കുന്ന നരകം. എന്റെ സഹോദരിമാര് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ കത്തി ഉപയോഗിക്കുമ്പോ കൈയുടെ തൊലിയൊന്ന് അല്പമൊന്ന് പിളർന്നു മാറിയാൽ ആ പിളർന്നിരിക്കുന്ന തൊലിയുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് പിടിച്ച് വലിച്ചുരിഞ്ഞ് മുകളിലേക്കൊന്ന് എടുക്കാൻ പറ്റുമോ? സഹോദരന്മാര് ബ്ലേഡ് ഉപയോഗിക്കുമ്പോ മുഖത്ത് പോറലോ കീറലോ സംഭവിച്ചാൽ കീറിയിരിക്കുന്ന ആ ഭാഗത്ത് പിടിച്ച് താഴേക്ക് വലിച്ചിരിഞ്ഞ് ഉരിഞ്ഞ് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഭയങ്കരമായ വേദനയാ, അസഹനീയമായ വേദനയാ. എന്നാൽ അല്ലാഹു തആല പറയുന്നു അള്ളാന്റെ നരകത്തിലേക്ക് മനുഷ്യരെ പിടിച്ചിടുമ്പോൾ ലവാഹത്തുൽ ലിൽ ബശർ, കത്തി ഉപയോഗിച്ചോ ബ്ലേഡ് ഉപയോഗിച്ചോ അല്ല, പടച്ച തമ്പുരാന്റെ നരകത്തിലെ തീ ഉപയോഗിച്ച് മനുഷ്യന്റെ മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ തൊലി ഇങ്ങനെ താഴേക്ക് വലിച്ചിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിറക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. തീ ഉപയോഗിച്ച് തൊലി ഇങ്ങനെ താഴേക്ക് വലിച്ചിരിഞ്ഞിറക്കാൻ തുടങ്ങും. ഒരു ഭാഗത്തു നിന്നും തൊലി ഇങ്ങനെ ഉരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു പറയുന്നു കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. തൊലി ഇങ്ങനെ താഴേക്ക് വലിച്ചിറക്കുമ്പോൾ വീണ്ടും അല്ലാഹ് തൊലി ഇട്ട് തരികയാണ്. വീണ്ടും ആ തൊലി താഴേക്ക് വലിച്ചിറക്കുന്നു. ഒരേ സമയം ശരീരം മുഴുവനും തൊലി ഇങ്ങനെ താഴേക്ക് വലിച്ച് 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 ഒരിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഒരു സെക്കൻഡ് പോലും പടച്ച തമ്പുരാൻ ഇന്റർവെല്ല് തരില്ല. ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. തീയുടെ ചൂടൊന്നും കുറയില്ല. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. തീ അണയുന്നതിന് മുമ്പേ വീണ്ടും 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 ഇങ്ങനെ കത്തിച്ച് 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 ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുമെന്ന് പടച്ചവന്റെ വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണേ, നിസ്സാര കാര്യമല്ല. തൊലിയെല്ലാം മുരിഞ്ഞ് മസാലയെല്ലാം പുരട്ടിയിട്ട് പിൻഭാഗത്തോടുകൂടി കമ്പി പഴിപ്പിച്ചു കുത്തിക്കയറ്റി തലയിലൂടെ പുറത്തേക്കെടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുകളിലേക്ക് കറക്കി കറക്കിക്കൊണ്ട് കോഴിയിറച്ചി പൊരിച്ചെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാഹ് പറയുന്നു അതേപോലെ മനുഷ്യനെ നരകത്തിലിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലിട്ട് കരിച്ച് പൊരിച്ച് ഞാൻ മാറ്റുന്നതാ. അല്ലാഹുവിന്റെ നരകം തീ മാത്രമാണോ? അല്ല. ചൂട് മാത്രമാണോ? അല്ല. ഈ ചൂടിനോടൊപ്പം പടച്ച തമ്പുരാൻ അസഹനീയമായ വിശപ്പും ദാഹവും മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പും ദാഹവും ഇതോടൊപ്പം അല്ലാഹു തആല മനുഷ്യ ശരീരത്തിൽ ഇട്ട് തരും. കരയും.
അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഭക്ഷണം ചോദിക്കും, തരാതിരിക്കില്ല. അള്ളാഹു താല മരത്തിൽ നിന്നും പറിച്ചെടുത്ത കായ്കനികൾ കഴിക്കാൻ തരും നരകത്തില്. വെള്ളം ചോദിക്കുമ്പോ തരാതിരിക്കില്ല. അപ്പോ അടിച്ചെടുത്ത നല്ല ഫ്രഷ് ജ്യൂസ് പടച്ച തമ്പുരാൻ കുടിക്കാൻ തരും അള്ളാന്റെ നരകത്തിലെ. അള്ളാഹു താല പറയുന്നു, മനുഷ്യരാ വിശപ്പ് കൊണ്ട് നരകത്തിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോൾ പടച്ച തമ്പുരാൻ അവർക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതാ. ഇന്ന ശജറത സഖൂം തആമുൽ അതീം. സഖൂം എന്ന് പറയുന്ന ഒരു മരമുണ്ടാ നരകത്തില്. ആ സഖൂം എന്ന് പറയുന്ന മരത്തിൻ്റെതായ കായ്കനികളാ, അതിലുള്ള ഫ്രൂട്ട്സാ പടച്ച തമ്പുരാൻ, അതിലുള്ള പഴവർഗ്ഗങ്ങളാ നരകത്തിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കഴിക്കാൻ കൊടുക്കുന്നത്. ആ മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? വലിയ വലിയ പാറ കഷണങ്ങളെ പോലും കത്തിച്ചു കളയുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിനോ ആ സഖൂം എന്ന് പറയുന്ന മരത്തിനെ കരിക്കാൻ പറ്റില്ല. ഇന്നഹാ ശജറതൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. നരകത്തിന്റെ അടിവാരത്ത് നിന്നും പൊട്ടി മുളച്ച് പൊങ്ങി വരുന്നതായ ഒരു മരമാ സഖൂം എന്ന് പറയുന്നത്. ആ സഖൂമിന്റെ കായ്കനികളാ പടച്ച തമ്പുരാൻ അല്ലാഹുവിനെ അനുസരിക്കാതെ നരകത്തിലേക്ക് പോയ മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ കഴിക്കാൻ കൊടുക്കുമ്പോൾ അറിയണേ, ആ സഖൂം കയ്യിലേക്ക് വാങ്ങുമ്പോ തൽഉഹാ കഅന്നഹു റൂഉസു ശയാതീൻ. അല്ലാഹ് പറയുന്നു, സഖൂം എന്ന് പറയുന്ന കായ്കനികൾ കാണുമ്പോൾ തന്നെ മനുഷ്യന് ഭയങ്കരമായ അറപ്പും വെറുപ്പും ഉണ്ടാകുന്നതാ. കാരണം എന്താ? വികൃതമായ രൂപമാ സഖൂം എന്ന് പറയുന്ന കായ്കനികൾക്ക്. പിശാചിനെ പോലെ കൊമ്പുകളുള്ള, പിശാചിനെ പോലെ തേറ്റകളുള്ള, പിശാചിനെ പോലെ രോമാവൃതമായ കറുത്തിരുണ്ട മുഖം പോലെ ഇരിക്കുന്നതായ വൃത്തികെട്ട കോലത്തിലുള്ള കായ്കനികളാ പടച്ച തമ്പുരാൻ തിന്നാൻ തരുന്നത്. ആ മനുഷ്യരോരോരുത്തരും ആ കായ്കനികളൊന്ന് വാങ്ങിയാൽ അസഹനീയമായ വിശപ്പ് ശമിപ്പിക്കാൻ ആ കായ്കനികളൊന്ന് കടിച്ചു തിന്നാൽ അല്ലാഹ് പറയുന്നു, യദ്ലീ ഫിൽ ബുതൂനി കഗലീൽ ഹമീം. എപ്രകാരം മീയം തിളച്ചു മറിയുമോ അതേപോലെ മനുഷ്യന്റെ ശരീരത്തിലെ ആന്തരികാവയവങ്ങളെല്ലാം തിളച്ചു മറിയാൻ തുടങ്ങുന്നതാ. മോണയും പല്ലുമെല്ലാം ഉരുകിയിറങ്ങാൻ തുടങ്ങുന്നതാ. അന്നനാളവും ശ്വാസനാളവും ഉരുകിയിറങ്ങാൻ തുടങ്ങുന്നതാ. മനുഷ്യ ശരീരത്തിൽ ചെറുകുടലും വൻകുടലുമെല്ലാം ഉരുകി മാറാൻ തുടങ്ങുന്നതാ. വാരിയല്ലുകളെല്ലാം പീസ് പീസായിട്ട് ടക്ക് ടക്കെന്ന് പറഞ്ഞൊടിഞ്ഞൊടിഞ്ഞുരുകി മാറാൻ തുടങ്ങുന്നതാ. അല്ലാഹു പറയുന്നു, അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദാ. അല്ലാഹുവിന്റെ നരകമെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, ആ നരകം മനുഷ്യന്റെ ഹൃദയത്തെ പോലും കത്തിച്ചു കളയുന്ന നരകമാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം തന്നെ കത്തുമെന്ന് പറയുമെങ്കിലും ചിന്തിക്കണേ. ഒരു നെഞ്ചുവേദന വന്നാ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഹൈപ്പർ അസിഡിറ്റി വന്നാ സഹിക്കാൻ പറ്റുമോ? നെഞ്ചുവരിച്ചൽ അനുഭവപ്പെട്ടാ സഹിക്കാൻ പറ്റുമോ? എന്നാലോ അള്ളാന്റെ നരകത്തിൽ ഇതാ ഹൃദയം കത്താൻ തുടങ്ങുകയാ, ഹൃദയം കത്തി അമരാൻ തുടങ്ങുകയാ. അങ്ങനെ ഹൃദയം കത്തുമ്പോ ശരീരത്തിൽ ആന്തരികാവയവങ്ങൾ ഉരുകിയിറങ്ങാൻ തുടങ്ങുമ്പോ അള്ളാഹുവോട് വെള്ളത്തിന് വേണ്ടി കെഞ്ചിക്കേടപേക്ഷിക്കാൻ തുടങ്ങുന്നതാ. പടച്ചവനോട് വെള്ളത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങുന്നതാ. എന്നാൽ വെള്ളത്തിന് വേണ്ടി കരയുമ്പോൾ അല്ലാഹ് വെള്ളം തരാതിരിക്കില്ലല്ലോ. അല്ലാഹ് പറയുന്നു, എന്നോട് വെള്ളത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോ കുടിക്കാനുള്ള വെള്ളമിതാ കുടിക്കുകയാ, ഫ്രഷ് ജ്യൂസ് തന്നെയാ കുടിക്കാൻ തരുന്നത്. ഹബീബായ തങ്ങള് പരിചയപ്പെടുത്തി, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നന്ദികെട്ട മനുഷ്യരുടെ തൊലിയും അതുപോലെ മാംസവുമെല്ലാം മുരുകിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് നികർകളിക്കാൻ തുടങ്ങുന്നതായ
മാരകമായ ദുർഗന്ധം വമിക്കുന്ന, ആര് കണ്ടാലും മറച്ചു പോകുന്ന, വെറുത്തു പോകുന്നതായ ചെലവും ചീഞ്ചലവും ഉണ്ടല്ലോ, അതെല്ലാം ഒരു പാത്രത്തിലാക്കി കുടിക്കാൻ കൊടുക്കുന്നു. അതിങ്ങനെ കയ്യിലേക്ക് വാങ്ങിയിട്ട് എപ്രകാരം ദാഹിച്ചു വലഞ്ഞ ഒട്ടകം ഒറ്റ നിൽപ്പിന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുമോ, അതുപോലെ ആ വെള്ളം ഇങ്ങനെ കുടിക്കാൻ തുടങ്ങുമ്പോൾ, ആ വെള്ളം ഇങ്ങനെ വാങ്ങിയെടുത്തിട്ട് മുഖത്തോടെ നടുപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യന്റെ മുഖമെല്ലാം അതാ ഉരുകി വികൃതമാകാൻ തുടങ്ങുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന തീരടുക്കലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെല്ലുമ്പോ എപ്രകാരം അത് കത്തി ഉരുകി വികൃതമായി പോകുന്നു, അതുപോലെ യശ്വിൽ വുജൂ, മനുഷ്യന്റെ മുഖമെല്ലാം ഉരുകി വികൃതമാകാൻ തുടങ്ങുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതെങ്ങനെയാ, വതഖലിസു ശഫതഹുൽ ഉല്യാ ഹത്താ തബ്ലുഗ വസത റഅസിഹി, ഒരു നിമിഷം കൊണ്ട് മനുഷ്യന്റെ മേൽചുണ്ട് ചുരുണ്ട് ചുരുണ്ട് മുകളിലേക്ക് തലയുടെ പിൻഭാഗം വരെ ഉരുകി മാറാൻ തുടങ്ങുന്നു. ഒന്ന് ചിന്തിക്കണേ, ഒരു നിമിഷം കൊണ്ട് മേൽചുണ്ട് മുകളിലേക്ക് ചുരുണ്ട് മാറാൻ തുടങ്ങുകയാ. കീഴ്ചുണ്ട് താഴെ കുരുകി മാറിയിട്ട് പൊക്കിന് വരെയും ഉരുകി മാറാൻ തുടങ്ങുന്നു. ഒരു നിമിഷം കൊണ്ട് മേൽചുണ്ട് മുകളിലെ കുരുകി കയറി, കീഴ്ചുണ്ട് താഴെ കുരുകി ഇറങ്ങി. മനുഷ്യന്റെ മുഖമെല്ലാം അതാ നരകമിതാ കത്തിച്ചരിച്ച് കളഞ്ഞിരിക്കുന്നു. തൊലിയെല്ലാം ഉരുകി മാറാൻ തുടങ്ങുന്നു, മാംസമെല്ലാം ഉരുകി മാറാൻ തുടങ്ങുന്നു. തലയോട്ടി ഇങ്ങനെ ഉരുകി ഉരുകി ഒലിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹു പറയുന്നു, തൊലിയുരിച്ച് മസാല പുരട്ടി പൊരിച്ചു വച്ചിരിക്കുന്ന ആട്ടിന്റെ തല പോലെ പല്ലുമാത്രം പൊടിയിലാക്കിക്കൊണ്ട് ആ നരകത്തിൽ മനുഷ്യൻ കിടക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരൊറ്റ നിമിഷം ആ വെള്ളമെടുത്ത് ഇങ്ങനെ മുഖത്തോടടുപ്പിക്കുന്നതും മുഖമെല്ലാം മുരുകി മാറി. ഒരു സെക്കൻഡ് കൊണ്ട് മേൽചുണ്ട് മുകളിലേക്ക് കയറി, കീഴ്ചുണ്ട് താഴേക്ക് ഇറങ്ങി. സഹോദരിമാർ ഓർത്തോണേ, സഹോദരിമാര് ചിന്തിക്കണേ, അന്യപുരുഷന്റെ മുന്നിലൂടെ തുറന്നിട്ട് കൊണ്ട് നീ പുഞ്ചിരിച്ച് നടന്ന നിന്റെ മുഖം. സഹോദരാ, അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തായ ദാടിയെ പോലും വടിച്ചു കളഞ്ഞുകൊണ്ട് വെടിപ്പാക്കിക്കൊണ്ട് നടന്ന നിന്റെ മുഖം, അന്യപുരുഷന്റെ മുന്നിലോട് ആടിക്കൊടഞ്ഞുകൊണ്ട് പർദ്ദയും ധരിക്കാതെ പേരിനൊരു ചുരിദാറ് മാത്രം ധരിച്ചു നടന്ന പെണ്ണെ, നിന്റെ മുഖം ഒരു സെക്കൻഡ് കൊണ്ടുരുകി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ. മുഖമെല്ലാം ഉരുകി, തൊലിയെല്ലാം ഉരുകി, ഒരു സെക്കൻഡ് കൊണ്ട് മാംസം കരിഞ്ഞുരുകി മാറി. തലയോട്ടി ഇങ്ങനെ ഉരുകി ഒഴുകാൻ തുടങ്ങുമ്പോ പല്ല് മാത്രം ഇങ്ങനെ പുറത്ത് കാണിച്ച് പല്ലിളിച്ചു കൊണ്ട് കിടക്കും എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ നരകത്തിന്റെ സാമ്പിളായി പറയുന്നേ ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തെ പേടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരയും നമ്മള്. ഇപ്രകാരം നരകത്തിൽ കിടന്ന നരകത്തിന്റെ കായികനികളിൽ നിന്ന് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ ഉരുകിയിറങ്ങുമ്പോൾ, നരകത്തിലെ ഒരു തുള്ളി വെള്ളത്തിലൊന്ന് സ്പർശിച്ചതിന്റെ പേരിൽ മുഖമെല്ലാം നാനാഭാഗങ്ങളിലേക്ക് ഒരുകി വികൃതമായി പോകുമ്പോൾ, നരകത്തിൽ കിടന്ന് രക്ഷയ്ക്ക് വേണ്ടി പൊട്ടിക്കരയാൻ തുടങ്ങും. രക്ഷപ്പെടാൻ ഒരു അവസരത്തിന് വേണ്ടി കരയാൻ തുടങ്ങും. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നാ, അതാ നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് കരയാൻ തുടങ്ങുന്നു. അൻ അഫീദു അലൈനാ മിനൽ മാ, സ്വർഗവാസികളെ ഞങ്ങൾക്കൊരൽപ്പം വെള്ളം തരുമോ?
ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതുമല്ല എങ്കിലോ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഒരു ഭക്ഷണമെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? അതാ സ്വർഗവാസികളോട് പൊട്ടിക്കരയാൻ തുടങ്ങുന്ന നരകവാസികള്, ഞങ്ങൾക്ക് നിങ്ങൾ സ്വർഗത്തിലെ ഒരു തുള്ളി വെള്ളമെങ്കിലും തരുമോ? അതല്ല എങ്കിൽ സ്വർഗത്തിലെ ഏതെങ്കിലും ഭക്ഷണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി തരുമോ എന്ന് സ്വർഗവാസികളോട് വിളിച്ചു ചോദിക്കുമ്പോ അതാ സ്വർഗവാസികൾ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങുന്നു. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല ഇല്ല, പടച്ചവനോട് നന്ദികേട് കാണിച്ച, പടച്ചവനോട് നെറുകേട് കാണിച്ച നിങ്ങൾക്ക് സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളില്ല. കാരണം അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബാ വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയാ. ദീനിനെ കളിചിരിയായി കണ്ടവരാ നിങ്ങളെ. കളിക്കാനും ചിരിക്കാനും ആടിത്തിമിറുക്കാനും മാത്രം അള്ളാന്റെ ദീനുമായി ബന്ധം പുലർത്തിയവരാ നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാന്റെ സ്വർഗത്തിലെ ഭക്ഷണമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാന്റെ സ്വർഗത്തിലെ പാനീയമില്ല എന്ന് സ്വർഗവാസികൾ നരകവാസികളോട് വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് ചിന്തിക്കണേ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ചെയ്ത കുറ്റമെന്താ? ആ നരകത്തിൽ കിടന്ന് കരയുന്ന മനുഷ്യർ ചെയ്ത കുറ്റമെന്താ? അവര് കളിക്കാനും ചിരിക്കാനും മാത്രമാ ദീനുമായി ബന്ധം പുലർത്തിയത്. പറയുന്നത് കൊണ്ട് വിഷമം തോന്നല്ലേ. 11.5 മാസവും ഹബീബായ റസൂലിനെ ആവശ്യമില്ല. 11.5 മാസവും ഹബീബായ റസൂലിന്റെ പേരിൽ ഹുബ്ബില്ല. എന്നാൽ വിശുദ്ധ റബീഉൽ അവ്വൽ ആഗതമായാൽ കഴുത്തിലും കാലിലുമെല്ലാം പച്ചറിബണം കെട്ടിയിട്ട് ഒരു ലോറിയിലേക്ക് കുറെ ബോക്സുകളും കെട്ടിയുണ്ടാക്കിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി മ്യൂസിക്കുള്ള പാട്ട് വിട്ടുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ രീതിയിൽ തുള്ളിച്ചാടി തെപ്പാങ്കൂത്ത് കളിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, കളിക്കാൻ വേണ്ടിയാ ദീനുമായി ബന്ധമുള്ളതെങ്കിൽ, കളിക്കാനും ചിരിക്കാനും വേണ്ടിയാ ദീനുമായി നിനക്ക് ബന്ധമുള്ളതെങ്കിൽ ഒന്നറിയണേ, നാളെ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമെന്ന് വിശുദ്ധ ഖുർആൻ. ചെറുപ്പക്കാർക്ക് 11.5 വർഷവും 11.5 മാസവും ഹബീബായ റസൂലിനെ വേണ്ട. ഇങ്ങോട്ട് വരുമ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ സന്തോഷിക്കണം, നല്ല കാര്യമാ. അതിന്റെ പേരും പറഞ്ഞൊരു ലോറി പിടിക്കുക, കുറെ ബോക്സ് കെട്ടിവെക്കുക, വിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ മ്യൂസിക്കുള്ള പാട്ടിടുക, എന്നിട്ട് ചാടി കളിക്കുക. അല്ലേ? ചെറുപ്പക്കാർക്ക് അന്ന് വല്ലാത്തൊരു ഹുബ്ബാ, വല്ലാത്തൊരു സ്നേഹമാ. അതുകൊണ്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുമ്പോ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് സന്തോഷിക്കും, ദീനിയായ സദസ്സുകൾ സംഘടിപ്പിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നല്ല നല്ല മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ആ ദിവസങ്ങളിൽ പാവപ്പെട്ട മനുഷ്യർക്ക് അന്നദാനം നടത്തി, കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും. നല്ല കാര്യമാ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്രകാരം കിടന്ന് ചാടിക്കളിക്കാനും മ്യൂസിക്കുള്ള പാട്ട് വിട്ടുകൊണ്ട് ഡാൻസ് കളിക്കാനും ഒന്നും അള്ളാന്റെ ദീൻ പഠിപ്പിച്ചില്ല. ഇങ്ങനെ കളിക്കാനും കൂത്താടാനും മാത്രമാണ് ദീനുമായി ബന്ധമുള്ളത് എങ്കിൽ നാളെ അവരാ നരകത്തിൽ കിടന്ന് സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങും. സ്വർഗവാസികളെ രക്ഷപ്പെടുത്തിയില്ല. പിന്നെ മലക്കുകളെ വിളിക്കും, മലക്കുകളെ വിളിക്കും. നരകത്തിൽ ശിക്ഷിക്കാൻ നിൽക്കുന്നതായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകളെ വിളിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക, അല്ലയോ മാലിക്കേ, താങ്കൾ പടച്ചവനോടൊന്ന് പറയുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? അല്ലയോ മലക്കുകളെ, ഉദ്ഉ റബ്ബക്കും യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, അല്ലയോ മലക്കുകളെ, നിങ്ങളെങ്കിലും പടച്ചവനോട് പറയുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഞങ്ങളെ ഈ നരകത്തിലെ ശിക്ഷയിൽ നിന്നൊന്ന് മാറ്റിത്തരാൻ നിങ്ങളെങ്കിലും പടച്ചവനോടൊന്ന് പറയുമോ എന്ന് പറഞ്ഞ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോടും മലക്കുകളോടും കിടന്ന് കെഞ്ചിക്കേട് അപേക്ഷിക്കുമ്പോൾ അതാ ആ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നു, അലം യഅതീകും റുസുലുകും റുസുലും മിൻ ബയ്യിനാത്ത്, ഏ മനുഷ്യരെ, നിങ്ങളെ നരകത്തിൽ കിടന്ന് കരയേണ്ടി വരുന്നെങ്കിൽ അള്ളാനെ പറഞ്ഞു തരാനും നരകത്തെ പറഞ്ഞു തരാനും നാരകീയ ശിക്ഷകളെ പരിചയപ്പെടുത്താനും നിങ്ങളുടെ ഇടയിലെ കാര്യമില്ലായിരുന്നോ?
നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആരും വന്നില്ലായിരുന്നോ എന്ന് മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും ചോദിക്കുമ്പോ അതാ നരകവാസികളായ മനുഷ്യര് മറുപടി പറയുന്ന ബലാ ഖദ് ജാഅനാ നദീർ. മാലിക്, ഒരുപാട് പേര് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാ, പ്രഭാഷകന്മാർ മുന്നറിയിപ്പ് തന്നതാ, ദീനീ പ്രവർത്തകന്മാർ മുന്നറിയിപ്പ് തന്നതാ, ഞങ്ങളുടെ പള്ളിയിലെ ഖതീബുമാർ മുന്നറിയിപ്പ് തന്നതാ. പക്ഷേ എന്ത് ചെയ്യാൻ, ഫകല്ലബ്നാ, അതിനെയൊക്കെ ഞങ്ങൾ അങ്ങ് അവഗണിച്ചു കളഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈ, എന്ന് മാത്രമല്ല ഈ പറയുന്നതൊന്നും ഖുർആനിൽ ഉള്ളതല്ല എന്ന് പോലും ഞങ്ങൾ പറഞ്ഞു പോയി. അത് മാത്രമല്ല, ഞങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ മനുഷ്യരോട് ഞങ്ങൾ പറഞ്ഞു, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളെല്ലാം വഴിപിഴച്ചവരാ, ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്നു, ഞങ്ങളോട് ഇത് പറയാൻ വന്നിരിക്കുന്നു, നിങ്ങൾ തന്നെയാ വഴിപിഴച്ചവരെന്ന് ഞങ്ങളോട് നന്മ ഉപദേശിച്ച മനുഷ്യരോട് ഞങ്ങൾ പറഞ്ഞു പോയി മാലിക്കേ. എന്നിട്ടതാ നരകത്തിൽ കിടന്ന് കരയുന്നു മാലിക്കേ. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. മാലിക്കേ, ഞങ്ങളെന്ന് അവര് പറഞ്ഞതൊന്ന് കേട്ടിരുന്നെങ്കില്, അവര് പറഞ്ഞതിനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കില്, അതനുസരിച്ച് ഞങ്ങൾ സദ്വൃത്തരായി ജീവിച്ചിരുന്നെങ്കില്, അള്ളാന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് ഞങ്ങൾക്ക് ആർക്കും വീഴേണ്ടി വരുമായിരുന്നില്ല മാലിക്കേ. എന്നതാ നാളെ അള്ളാന്റെ ദർബാറിൽ നരകത്തിൽ കിടന്ന് കരയേണ്ടി വരുമെങ്കില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ നരകത്തെ പറ്റിയും വിചാരണയെ പറ്റിയും ചർച്ച ചെയ്യുന്ന സദസ്സ, എല്ലാവരും വീട്ടിൽ പോയി അല്പമൊന്ന് ചിന്തിക്കണേ, ജീവിതത്തിന് മാറ്റം വരുത്തണേ. അതല്ല എങ്കിൽ നരകത്തിൽ കിടന്ന് കരയേണ്ടി വരും. അഫ്ളൽ മൗലവിയുടെ പ്രസംഗം നല്ലതെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അതല്ല എങ്കിൽ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടും കാര്യമില്ല. പിന്നെയോ ഇത്രയും നേരം പ്രതിപാദിച്ചത് വിശുദ്ധ ഖുർആനും ഹദീസുകളുമാണെങ്കിൽ, അതല്ല നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിലോ, നാളെ ഇതാ നരകത്തിൽ കിടന്ന് കരയുന്നു. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അന്നാ പറഞ്ഞത് ഞങ്ങളൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ, അന്ന് പറഞ്ഞത് ഞങ്ങളൊന്ന് ഞങ്ങളെ മനസ്സിരുത്തി ചിന്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഈ നരകത്തിൽ കിടന്നെരിയേണ്ടി വരുമായിരുന്നില്ലല്ലോ. എന്നിട്ടിതാ പടച്ചവനോട് പോയിക്കൊണ്ട് ചോദിക്കുന്നു, നാഥാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ചവനെ, ഏതൊക്കെ സൽക്കർമ്മങ്ങളെ ഞങ്ങൾ വിട്ടുകളഞ്ഞോ, ഏതൊക്കെ സൽക്കർമ്മങ്ങളെ ഞങ്ങൾ പാഴാക്കി കളഞ്ഞോ, അതെല്ലാം ഞങ്ങൾ ചെയ്യാമല്ലാ. ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ? അള്ളാഹുവോട് കരഞ്ഞു ചോദിക്കാൻ തുടങ്ങുമ്പോ പടച്ചവൻ ചോദിക്കുന്നു, അബലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. എന്നെ അറിയാനും എന്നെ അനുസരിക്കാനും എന്നെ ഭയപ്പെടാനും എന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും എത്രയോ അവസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നതാ, അതൊന്നും നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ, അതൊന്നും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ. വീണ്ടും അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്ന് കരയാൻ തുടങ്ങുന്നു. റബ്ബനാ, അല്ലയോ ഞങ്ങളുടെ നാഥാ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയെങ്കില്, ഞങ്ങൾ ഒരുപാട് പാപകർമ്മങ്ങളിൽ മുഴുകിപ്പോയെങ്കില്, ഒന്നും മനഃപൂർവമായിരുന്നില്ല നാഥാ. വഗലബത് അലൈനാ ശഖവതുനാ. പടച്ചവനെ, ഭാഗ്യക്കേട് കൊണ്ടായിരുന്നല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടായിരുന്നു അല്ല, അതല്ലാതെ മനഃപൂർവം ചെയ്തതല്ല നാഥാ. വകുന്നാ ഖൗമൻ ളാലീൻ. അതുകൊണ്ടാ ഞങ്ങൾ വഴിപിഴച്ചു പോയത്, അതുകൊണ്ടാ പടച്ചവനെ തെറ്റുകാരായി പോയത്. അതുകൊണ്ട് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ മിൻഹാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തിറക്കുമോ? ഒരിക്കലൂടെ ഞങ്ങളെ കേരള സംസ്ഥാനത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പ്രദേശത്തേക്കൊന്ന് മടക്കി അയക്കുമോ അല്ലാ? എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഏത് സൽക്കർമ്മം വേണമെങ്കിലും
ഞങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാം. അതുകൊണ്ട് നാഥാ, ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് മടക്കി അയക്കുമോ? നീ ഞങ്ങളെ നാട്ടിലേക്ക് മടക്കി അയച്ചിട്ടും വീണ്ടും ഞങ്ങൾ തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നാൽ, വീണ്ടും ഞങ്ങൾ ദുഷ്കർമ്മങ്ങളിലേക്ക് പോയാൽ, വീണ്ടും ഞങ്ങൾ പർദ്ദ ധരിക്കാതിരുന്നാൽ, വീണ്ടും ഞങ്ങൾ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ, വീണ്ടും ഞങ്ങൾ മൊബൈലിലൂടെയും ഇന്റർനെറ്റിലൂടെയും അന്യ സ്ത്രീ പുരുഷന്മാരുമായി ബന്ധം പുലർത്തിയാൽ സമ്മതിക്കുന്നു അല്ലാഹ്, ഞങ്ങൾ അക്രമികൾ തന്നെയാ, ഞങ്ങൾ ശിക്ഷാർഹർ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി പഴയ നാട്ടിലേക്ക് ഒന്നുകൂടി അയക്കുന്നതിന് വേണ്ടി കെഞ്ചിക്കേണ്ട അപേക്ഷിക്കുമ്പോ അല്ലാഹ് പറയുന്നു, അവിടെ കിടക്കടാ, അവിടെ കിടക്കടി. ദുനിയാവിൽ നന്നാകാൻ ഞാൻ അവസരങ്ങൾ ഒരുപാട് തന്നതാ, ദുനിയാവിൽ എന്നെ മനസ്സാക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ തന്നതാ. അതൊന്നും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല, അതൊന്നും നിങ്ങൾ എന്നെ അനുസരിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് എന്നോട് കരയുന്നു, അവിടെ തന്നെ കിടന്നു കൊള്ളുക. ഇനിയൊരക്ഷരം എന്നോട് മിണ്ടാൻ പാടില്ല, ഇനിയൊരക്ഷരം ഇവിടെ കേൾക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു ഇതാ മലക്കുകളെ വിളിക്കുന്നു, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ ثم في سلسلة ذرعها 70 ذراعا فاسلكوه. മാലാഖമാരെ കടന്നു വരിക, എന്നിട്ട് ഇവരെ വരിഞ്ഞു കെട്ടുക. 70 മുഴം ചങ്ങ നീളമുള്ള ചങ്ങല കൊണ്ട് വരിഞ്ഞു കെട്ടുക. എന്നിട്ട് ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, എന്നിട്ടോ നരകത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോകുക. സുമ്മ സുബ്ബൂ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, എന്നിട്ടോ നരകത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് നരകത്തിന്റെ ശിക്ഷകളെല്ലാം അവരുടെ ശരീരത്തിലേക്ക് തട്ടിമറിച്ചിട്ട് കൊടുക്കുക. ഇനി എന്റെ മുന്നിൽ ഇവരെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ മുന്നിൽ നമ്മൾ പൊട്ടിക്കരയുമ്പോ പടച്ചവൻ മലക്കുകളെ വിളിച്ച നരകത്തിന്റെ മധ്യഭാഗത്തേക്ക് നമ്മളെ വലിച്ചെടുപ്പിച്ച് കൊണ്ടുപോകുമെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നരകത്തെ ഭയപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാന്റെ വിചാരണ വിതമ്പുന്ന നിമിഷങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. അതല്ല എങ്കിൽ നാളെ നിലവിളിക്കേണ്ടി വരുന്നതാ. അതുകൊണ്ട് ഈ ഒരു പ്രഭാഷണത്തിന്റെ സന്ദേശം എന്നോണം എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പരിപൂർണമായും ഭയപ്പെട്ട് ജീവിക്കുക. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതായ പരിശുദ്ധമായ ജീവിതത്തിന്റെ ഓരോ അനർക്ക നിമിഷങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ തയ്യാറാവുക. അതുകൊണ്ട് ഇതുവരെ വന്നത് വന്നു, തീരുമാനമെടുക്കിൻ. ഇനിയില്ല, ഇനി ഇന്നത്തെ ഇശാ മുതൽ ഞാൻ നിസ്കാരം മുടക്കില്ല എന്ന് തീരുമാനമെടുക്കിൻ. അതുപോലെ എന്റെ ചെറുപ്പക്കാരാ, ഹബീബായ റസൂലിന്റെ സുന്നത്തനുസരിച്ച് തൊപ്പി ധരിക്കാനും ഹബീബായ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ദാടി വളർത്താനും എന്റെ ജീവിതത്തിൽ വിശുദ്ധ റസൂലിന്റെ പരിശുദ്ധമായ സുന്നത്തുകളെ അനുധാവനം ചെയ്യാമെന്നും എന്റെ ചെറുപ്പക്കാരാ തീരുമാനമെടുക്കൽ. ഞാനിനി അള്ളാന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് ചെയ്യാമെന്നും അള്ളാന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വരുന്ന വർഗീയ ശക്തികൾക്കെതിരെ പോരാടാമെന്നും തീരുമാനമെടുക്കൽ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പർദ്ദ ധരിക്കാതെ ബോഡിയോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ നടന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് പൊട്ടിക്കരയേണ്ടി വരുന്നതാ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ തീരുമാനമെടുക്കൽ. ഇന്നത്തെ രാത്രി മാറ്റമുണ്ടാകട്ടെ. ഇനി ഞാൻ പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങില്ല. ഇനി ഞാൻ എന്റെ പുരുഷന്റെ മുന്നിലോട് ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചുരിദാരോ പർദ്ദയോ ധരിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ അനുഗ്രഹപൂരിതമായ സ്വർഗ്ഗമാ പടച്ച തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ വിശാല വിസ്തൃതമായ സ്വർഗപ്രവേശനം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിചാരണയുടെ നിമിഷങ്ങളിലും
കത്തിയാളുന്ന നരകത്തിലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവിടെ നിന്നെല്ലാം രക്ഷ നേടണമെങ്കിൽ പരിപൂർണമായും അള്ളാഹുവിനെ അനുസരിച്ച്